സമ്പത്തിനെ പറ്റി തന്നെ പറയാം. 17 സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് സമ്പത്തിനെ നമ്മൾ ആകർഷിച്ചെടുക്കുക. സമ്പത്ത് എന്ന് നിങ്ങൾ എന്തും എടുത്തോളൂ, സമ്പത്തോ ജോലിയോ സാഹചര്യങ്ങളോ സ്നേഹമോ ലവോ എന്ത് വേണമെങ്കിലും എടുത്തോളൂ, അതിന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന്. ഇഗ്നേറ്റ് ദ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നാണ് നമ്മൾ 17 സെക്കൻഡ് റോളിനെ പറ്റി പറയുന്നത്. ദ ഇഗ്നേറ്റ് ദ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആകർഷണ നിയമം. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായിത്തീരുന്നു. യു ബിക്കം വാട്ട് യു തിങ്ക് അബൌട്ട് മോസ്റ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ആയിത്തീരുന്നു എന്നുള്ള ലോ ഓഫ് അട്രാക്ഷൻ നിയമമാണ് 17 സെക്കൻഡ് നിയമത്തിനും ബാധകം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യമുള്ളതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്ന സംഭവം, നമ്മുടെ ചിന്തകൾ എന്താണോ അത് നമ്മളായിത്തീരുന്നു എന്നുള്ളതാണ്. ഒരു 17 സെക്കൻഡ് നിയമം എവിടെയാണ് പ്രാവർത്തികമാക്കുന്നത് വെച്ചാൽ ഒരു എനർജിയുടെ ത്രഷോൾഡ് ടൈം ആണ് 17 സെക്കൻഡ് സമയം. അതായത് ഒരു എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എനർജി ഹൈ ആയി പോയി ലോ ആയി പോകുന്നതിന്റെ ഒരു ടൈം സീക്വന്റ് ആണ് 17 സെക്കൻഡ് എന്നാണ് നമ്മുടെ ഈ നിയമത്തിന്റെ ഉപജ്ഞാതാവായ എബ്രാഹാം ഹൈറ്റ്സ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആണ് ഈ ഒരു നിയമം 17 സെക്കൻഡ് റോൾ. അതായത് നമ്മുടെ ഇമോഷൻസും ക്ലാരിറ്റിയും എപ്രകാരമാണോ അപ്രകാരം നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്ന സമയമാണ് 17 സെക്കൻഡ്. അപ്പൊ 17 സെക്കൻഡിന്റെ 4 ഇന്റർവെൽസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാറ്റേൺ ആകും. ആ കംപ്ലീറ്റ് പാറ്റേണിൽ നമ്മുടെ ഒരു മൊമെന്റം സൃഷ്ടിക്കപ്പെടും. ആ മൊമെന്റം ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കും. അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് അതിന്റെ ബാക്കിംഗ് സയന്റിഫിക് ആയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 തരത്തിലുള്ള ഫ്രീക്വൻസിയിലൂടെ കടന്നു പോകും ഒരു ദിവസം. ബീറ്റ, ആൽഫ, ഗാമ, ഡെൽറ്റ, തീറ്റ. ഇത്തരം ഫ്രീക്വൻസിയിലൂടെ കടന്നു പോകും. ആ ഫ്രീക്വൻസിയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഈ 4 ചേഞ്ചസ് വരാനുള്ള ടോട്ടൽ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ടൈമാണ് 17 സെക്കൻഡ്സ്. അപ്പോ നമ്മൾ ആൽഫയിൽ നിന്നും തീറ്റയിലേക്ക് എത്തുന്ന ആ ഡ്യൂറേഷൻ, അതായത് നമ്മുടെ ബ്രെയിൻ വേവ്സിന്റെ കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന ആ ഡ്യൂറേഷൻ ടൈമാണ് 4 പ്രാവശ്യത്തെ 17 സെക്കൻഡ്സ്. അപ്പൊ ടോട്ടൽ 68 സെക്കൻഡ് കൊണ്ട് ഒരു മൊമെന്റം അവിടെ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ബ്രെയിനിലുള്ള റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ആവും. ഈ റെക്ടിക്കുലാർ ആക്ടിവിറ്റി സിസ്റ്റം ഓപ്പൺ ആകുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണോ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ അകക്കണ്ണുകൊണ്ട് നമ്മൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവിടെ ഫോട്ടോ പോലെ പതിയുകയും ആ പതിഞ്ഞ സംഭവം ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വളരെ ലളിതമായ കോൺസെപ്റ്റ്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് ടെക്നിക്സിന്റെ കോൺസെപ്റ്റുകൾ കൃത്യമായി പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കാര്യം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും വളരെ ലളിതമാണ്. 17 സെക്കൻഡിന്റെ ഒരു കാര്യത്തെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ കാര്യത്തെ 17 സെക്കൻഡ് ഫോക്കസ് ചെയ്ത് നിൽക്കണം. മറ്റേ ഒരു ചിന്തകളും പാടില്ല. നിങ്ങൾ വേറെ ഒരു കാര്യത്തെയും പോകരുത്, ഒരു ഡൗട്ടും ഉണ്ടാവരുത്. ജസ്റ്റ് 17 സെക്കൻഡ് അത് തന്നെ പ്രസൻസ് ആയി വെക്കുക. എന്നിട്ട് 17 സെക്കൻഡ് അത് എങ്ങനെയാണ് നിങ്ങൾ പ്രസൻസ് ആയി വെക്കുക? അത് കാണണം. ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡോളി ജോസഫിന് മകൻ ഒരു 50,000 രൂപ നാളെ അയക്കുന്നു. 50,000 രൂപ അക്കൗണ്ടിലേക്ക് അയക്കുന്നത് ഡോളി ജോസഫ് പറയുന്നു, എന്റെ മകൻ എന്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ 15/5/2005 അയച്ചു എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ അടുത്തത് നമ്മൾ എന്തായിരിക്കും അതിന്റെ അടുത്ത ഭാഗം കാണുക? ബാങ്ക് അക്കൗണ്ടിൽ 50,000 രൂപ ക്രെഡിറ്റഡ് ആയ മെസ്സേജ് നമ്മളെ ഫോണിലേക്ക് വരും. ഇതല്ലേ നമ്മുടെ ഏറ്റവും ഈസി ആയിട്ട് മെത്തേഡ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് അതായത് നമ്മുടെ ഫോൺ ബെല്ലടിക്കുന്നു, ഫോണിൽ എഴുതി വന്നു അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് 50,000 rupees ഇന്ത്യൻ റുപ്പീസ് എന്ന് മെസ്സേജ് കൃത്യമായി കാണുക. അപ്പോൾ 17 സെക്കൻഡ് നമ്മൾ കാണേണ്ടത് എന്താണ്? ബാങ്ക് മൊബൈൽ ഫോണിലേക്കുള്ള
മെസ്സേജ് ആണ് 50,000 rupees ആർ ക്രെഡിറ്റഡ് ഇൻ യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് 17 സെക്കൻഡ് കാണുക. വീണ്ടും അപ്പോൾ നമുക്കൊരു ഇമോഷൻ ഉണ്ടാവും, നമുക്കൊരു സന്തോഷം വരും അല്ലെ. ആ വന്നതിനെ ഫീൽ ചെയ്യണം, നന്നായിട്ട് ആഹാ എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തണം. എന്നിട്ട് അതേ സാധനം അടുത്ത 4 തവണ റിപ്പീറ്റ് ചെയ്യുക. 17 വീണ്ടും കിട്ടി, സന്തോഷമായി, ഓക്കെ നെക്സ്റ്റ്. വീണ്ടും ഒരു മെസ്സേജ് കാണുക, വീണ്ടും കാണുക. ഇത് വളരെ കൃത്യമായി 4 തവണ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും, യാതൊരു തർക്കവുമില്ല. കാരണം ഇറ്റ്സ് അലൈൻ യുവർ എനർജി വിത്ത് ഡിസയർ എന്ന് പറഞ്ഞ നിങ്ങളുടെ എനർജിയെ നിങ്ങളുടെ ആഗ്രഹവുമായി കണക്ട് ആയി കഴിഞ്ഞു. പിന്നെ അതിന് വേറെ വഴികളില്ല, അത് സംഭവിക്കും. എന്നാൽ ആ സമയത്തുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇമോഷണൽ ഫ്രീക്വൻസി അട്രാക്ട്സ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇമോഷൻ എന്താണോ അതാണ് പ്രത്യേകത.